ആൻഡ് ജി വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അഞ്ചുമന വിശ്വകർമ്മ ധർമ്മോദ്ധാരണ സമാജത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള അഞ്ചുമന ദേവീക്ഷേത്രം എറണാകുളം ജില്ലയിൽ കണയന്നൂർ താലൂക്ക് ഇടപ്പള്ളി തെക്ക് വില്ലേജിൽ പാടിവട്ടം കരയിൽ സ്ഥിതി ചെയ്യുന്നു. അഞ്ചുമന ദേവസ്വം എന്ന പേരിലും ഈ സമാജം അറിയപ്പെടുന്നു. ഇടപ്പള്ളി വൈറ്റില റോഡിന് പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ പുരാതനവും പ്രസിദ്ധവുമായ ദേവീക്ഷേത്രം ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഓടുമേഞ്ഞ ശ്രീകോവിലുകളും വിഗ്രഹങ്ങളും ഉപദേവതകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥാനത്ത് കൽത്തറകളുമായിരുന്നു. നിത്യവും വിളക്ക് വെച്ച് ആരാധന നടത്തിയിരുന്നതിൻ്റെ ഭാഗമായി നാൾക്കുനാൾ ക്ഷേത്രത്തിന് ഐശ്വര്യവും അഭിവൃദ്ധിയും വർദ്ധിക്കുകയുണ്ടായി. എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലായി വസിക്കുന്ന 800ഓളം വരുന്ന വിശ്വകർമ്മജരിലെ തച്ചൻ സമുദായത്തിലുള്ള കുടുംബങ്ങളുടെ അധീനതയിലുള്ളതാണ് ഈ ക്ഷേത്രം. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമായ 41 ദിവസം നീണ്ടു നിൽക്കുന്ന പറയെഴുന്നള്ളിപ്പ്, താലപ്പൊലി, മകരത്തൈപ്പൂയം എന്നീ പ്രധാന ക്ഷേത്ര ചടങ്ങുകൾ പണ്ട് മുതൽക്കേ നടത്തിവരികയുണ്ടായി. സമസ്ത ലോകരക്ഷകയും സർവമംഗളകാരിയും ദേവിത്രയങ്ങളിൽ മൂർത്തിമത് ഭാവങ്ങളുമായ ഭുവനേശ്വരി അൺപ്രധാന പ്രതിഷ്ഠ. അയ്യപ്പൻ, മുരുകൻ, ഗണപതി, ഭദ്രകാളി, അന്നപൂർണേശ്വരി എന്നിവരെ ചുറ്റമ്പലത്തിനകത്തും മുത്തപ്പൻ, ഹനുമാൻ സ്വാമി, ഹിദംബര സ്വാമി, നാഗരാജാവ്, നാഗയക്ഷി, രക്ഷസ് എന്നിവരെ ചുറ്റമ്പലത്തിന് പുറത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. പറപ്പുറപ്പാട് ആണ് ഇവിടത്തെ പ്രധാന ചടങ്ങ്. വൃശ്ചിക മാസത്തിലെ 1-ാം ദിവസമാണ് ഇത്. ശ്രീ ഭുവനേശ്വരിയുടെ രൂപത്തിലുള്ള ഭഗവതി തൻ്റെ ഭക്തരെ സന്ദർശിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭക്തർ ദേവിയെ നെല്ല്, പൂക്കൾ, പഴങ്ങൾ എന്നിവയാൽ നിറഞ്ഞ പറ കൊണ്ടാണ് സ്വാഗതം ചെയ്യുന്നത്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന താലപ്പൊലി മഹോത്സവത്തോടെയാണ് ഈ പരിപാടി അവസാനിക്കുന്നത്. ചിങ്ങമാസത്തിലെ 1-ാം ദിവസം ഇവിടെ വിശേഷപ്പെട്ടതാണ്. നവരാത്രി സമയത്ത് രാമനവമി, ഷഷ്ഠി, വിനായക ചതുർത്ഥി, ആയില്യം എന്നിവ പ്രത്യേക ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.